മാർക്കറ്റിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള ചില കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വരാതെ കഴിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നമ്മൾ ഒരു പതിവില്ലാത്ത രീതിയിൽ ഉപയോഗം കൂടുകയാണ്. 110 ദശലക്ഷം യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആഭ്യന്തര ഉൽപ്പാദനം വെറും 20% മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ബാക്കി മുഴുവൻ പുറത്തുനിന്ന് മേടിക്കുകയാണ്. നിലവിലുള്ള ജലസംഭരണികൾ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ പകലും ഒന്നും ഉപയോഗിക്കാതെ കൺട്രോൾ ചെയ്തിട്ട് പോലും ഇപ്പോൾ 34% വെള്ളമേ ഉള്ളൂ. 23 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിക്കാനുള്ള വെള്ളം ഉണ്ട് ഇപ്പോൾ ജൂൺ 30 വരെ ഈ നിലയിൽ തുടരുമെന്നാണ് വിശ്വാസം. ജൂൺ 30 കഴിഞ്ഞാൽ മഴ പെയ്താൽ നമ്മൾ രക്ഷപ്പെടും. ഇപ്പോൾ നമ്മളതിനു വേണ്ടി ഈ പവർ കട്ട് വരാതിരിക്കാൻ വേണ്ടി മന്ത്ലി കോൺട്രാക്റ്റ് 525 മെഗാവാട്ട് ഒപ്പിട്ടിട്ടുണ്ട്. ഹ്രസ്വകാലം NTPCയുടെ 150 മെഗാവാട്ട് ഒപ്പിട്ടിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ 30 മെഗാവാട്ട് ഉണ്ട്. മറ്റ് മാർക്കറ്റിൽ നിന്ന് നമ്മൾ വലിയ വില കൊടുത്ത് 15 റുപ്യ തൊട്ട് 20 റുപ്യ വരെ കൊടുത്തിട്ട് 425 മെഗാവാട്ടിൻ്റെ ബിസിനസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിന് ഭയങ്കര നഷ്ടമാണെങ്കിലും നമ്മൾ പവർ കട്ടില്ലാതെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഈ രാത്രി പലപ്പോഴും ഈ പവർ കട്ടില്ലാന്ന് പറയുമ്പോഴും രാത്രി ചില സമയങ്ങളിലൊക്കെ കറണ്ട് പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? എന്താ വെച്ചാൽ ഒരു ട്രാൻസ്ഫറിൻ്റെ കീഴിലുള്ള കപ്പാസിറ്റിൻ്റെ ഒരു 5 ഇരട്ടി 6 ഇരട്ടി ആളുകൾ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഒരു AC വെച്ചവരൊക്കെ 4 AC ആണ് വീട്ടിൽ വയ്ക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫറിൻ്റെ കപ്പാസിറ്റിക്ക് കൂടുതൽ വരുമ്പോൾ ഇത് ഡ്രിപ്പാകുകയാണ്. അതാണ് വരുന്ന പ്രശ്നം. അല്ലാണ്ട് ലോഡ് ഷെഡിങ് ഒന്നും അല്ല. നിലവിൽ ലോഡ് ഷെഡിങ് ആലോചിച്ചിട്ടില്ല. ഇല്ല ആലോചിച്ചില്ല. ഒരു ദിവസം 15 കോടി അധിക ഒരു ദിവസം അധിക ബാധ്യത വരുന്നുണ്ട്. നമ്മൾ ഹൈഡൽ പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ തന്നെയാണ് അതിൻ്റെ തടസ്സക്കാരെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ പലവരുമായിട്ട് ഇപ്പോൾ തോട്ടിയാറ് 10 മെഗാവാട്ട് ഉണ്ട്. അത് നമ്മൾ മെയ് അവസാനം കമ്മീഷൻ ചെയ്യുന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. അവരതാണ് നമുക്ക് തന്നിരിക്കുന്നത്. 30 മെഗാവാട്ട് ജൂൺ മാസം തന്നെ പൂർത്തിയാക്കും. 2008 തുടങ്ങിയതാണ് നമ്മൾ. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ഇല്ലേ. പള്ളിവാസൽ 60 മെഗാവാട്ട് 15 വർഷമായി തുടങ്ങിയിട്ട് ഈ ജൂൺ മാസത്തിൽ പൂർത്തിയാകുമെന്നാണ് വിശ്വാസം. ഭൂത്താങ്കെട്ട് 24 മെഗാവാട്ട് 90% പൂർത്തിയാക്കി 2 വർഷം കഴിഞ്ഞു. പല കാരണങ്ങളും തടസ്സങ്ങളും കണ്ടുപിടിച്ച് നിൽക്കുന്നൊരു സ്ഥിതിയാണ്. ഇത് പൂർത്തിയാക്കണം എന്ന് പറയുന്ന നിർദ്ദേശമൊക്കെ ബോർഡിന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ നമ്മൾ പ്രതിദിനം 20 റുപ്യ 3 റുപ്യ മുതൽ 20 റുപ്യ വരെ നമ്മൾ വൈദ്യുതി കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. ദിവസം 15 കോടി റുപ്യ നമുക്ക് അധിക ബാധ്യത വരുന്നുണ്ട്. ഇതിലെന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ 3000 TMC വെള്ളമുണ്ട്. നമ്മൾ 300 TMC ഇലക്ട്രിസിറ്റിക്കും ഇറിഗേഷനും കൂടി ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്കൊരു ധാരാളം സാധ്യതയുണ്ട്. ആ പദ്ധതികളൊന്നും നമ്മൾ തുടങ്ങാൻ പല കാരണങ്ങൾ കൊണ്ട് സമ്മതിക്കുന്നത്. അതിരപ്പള്ളി പോലെയുള്ള പദ്ധതികൾ വരുമെന്നുള്ളത് തന്നെയാണോ? അല്ല, അതിരപ്പള്ളി ഒരു വിവാദമുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോൾ തൽക്കാലം അത് നിർത്തിവെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്ത് അല്ലാത്ത പദ്ധതികൾ നമുക്ക് ഒരുപാടുണ്ട്. ഇപ്പോൾ മാങ്കുളം 40 മെഗാവാട്ട് ആരംഭിച്ചിട്ടുണ്ട്. ലക്ഷ്മി 240 മെഗാവാട്ടിൻ്റെ DPR ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇടുക്കി 2ാം ഘട്ടം 800 മെഗാവാട്ടിൻ്റെ DPR ഉണ്ടാക്കുന്നുണ്ട്. മൂഴിയാർ 2ാം ഘട്ടം 200 മെഗാവാട്ട്. കാരപ്പാറ 19 മെഗാവാട്ട് DPR തയ്യാറായി. ഇതൊക്കെ വന്നാൽ നമുക്ക് മിച്ചം കിട്ടും. നമുക്കൊരു വർഷത്തിൽ ഒരു 2000 കോടി റുപ്യയുടെയെങ്കിലും ഇലക്ട്രിസിറ്റി വിൽക്കാൻ സാധിക്കും. അത് വിൽക്കാൻ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെറിയ എന്തെങ്കിലും തടസ്സം എൻവയറമെൻറ്റിൽ ഇപ്പോൾ കുര്യാർകുറ്റിനെ നേരത്തെ തുടങ്ങിയ പണി നിർത്തി. എന്താ വെച്ചാൽ മൃഗത്തിന് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുമ്പോൾ നിർത്തിയതാണ്. അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തിട്ടാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളൊന്നും അത് ചെയ്യുന്നില്ല. അവരെല്ലാം ഹിമാലയത്തിൻ്റെ മുകളിൽ എത്ര ഡാമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ നിന്നാണ് നമ്മൾ എവിടെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി വാങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇല്ലേ. അവിടുത്തെ ഹൈഡൽ പ്രോജക്റ്റിൽ നിന്നാണ് വാങ്ങുന്നത്. അവിടെ എൻവയറമെൻറ്റിൽ കേരളത്തിൽ ഇറക്കാൻ പരിസ്ഥിതി പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങി പോവുകയാണ്. ഇതാണ് സ്ഥിതി. എനിക്ക് ഭാവി തലമുറയെ കണ്ടിട്ടെങ്കിലും ഹൈഡൽ പ്രോജക്റ്റിന് കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങളുണ്ട്. അതേപോലെ ഇറിഗേഷനും കൃഷിക്കും ആവശ്യത്തിന് നമ്മൾ ഇപ്പോൾ 25 ലക്ഷം ഏക്കർ കൃഷിയുണ്ട്. നമ്മൾ 3-3.5 ലക്ഷം മാത്രമേ ഇറിഗേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊന്നും ഇറിഗേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ നേരത്തെ തമിഴ്നാട് ബോർഡറിലൊന്ന് പോയി നോക്കി, നമ്മുടെ അവിടെ തന്നെ ബോർഡറിൽ നോക്കി എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് കൊണ്ടുവരണ്ടേ. അങ്ങനെ ഒരു ചർച്ചയോ അങ്ങനെ ഒരു ഡിസ്കഷനോ എവിടെ നിന്നും വരുന്നില്ല. അത് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.